മക്കളെ നമ്മുടെ വീട് കണ്ടില്ലേ, ഇത്രയും സെറ്റപ്പ് ആയിട്ടുണ്ട്. മുക്കാൽ ഭാഗത്തിൻ്റെ ഓട് പണി കഴിഞ്ഞ് ഇനി ഒരു കാൽ ഭാഗമുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ മേലെ കണ്ടില്ലേ, രതീഷ് മോൻ പറഞ്ഞേ ഇങ്ങനെ നമുക്കൊരു സെറ്റപ്പ് വെക്കാം, അപ്പം നല്ല ഭംഗി ഉണ്ടാവുമെന്ന്. ഞങ്ങളിതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൻ്റെ ഐഡിയ ആണ് ഇത് ചെയ്തത്. കണ്ടില്ലേ, ഇപ്പം നല്ല വീടിന് നല്ലൊരു മുഖം നോക്കാനൊരു നല്ലൊരു വൃത്തിയില്ലേ. വീട് പണി നമ്മൾ ഒക്കെ ആലോചിച്ചെടുത്ത് വരുമ്പോഴത്തേക്കാണ് മഴ അങ്ങ് പിടിച്ചത്. പക്ഷേ ഈ മഴയത്തും ചെയ്തത് എന്താ വെച്ചിട്ടാ, നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ മഴയത്ത് നിങ്ങൾക്ക് മേൽക്കൂര പൊളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ ഈ മഴ പെയ്താൽ ഞങ്ങൾ പൊളിച്ചില്ലെങ്കിൽ അത് തന്നെ പൊളിഞ്ഞു ചാടും. അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് മഴ നോക്കാതെ ഞങ്ങൾ വീട് പണി തുടങ്ങിയത്. മക്കളെ, നമ്മുടെ ഇപ്പം ഈ കോലായി കണ്ടില്ലേ, ഒരു ഇടുങ്ങിയതുപോലെ ആയേ. ഇനിയിപ്പം നമ്മൾ വിചാരിച്ചിരിക്കണത് എന്താന്ന് പറഞ്ഞാൽ, ഈ തിണ്ട് പൊളിക്കുക. ഈ തിണ്ട് പൊളിച്ചിട്ട് അപ്പുറത്ത് 2 പേര് കല്ല് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് ഇരിക്കാനും ഒന്ന് നടക്കാനൊക്കെ നമുക്ക് സ്ഥലം കിട്ടും. ഇനിയിപ്പോൾ ആ പണിയും കൂടി ഉണ്ട് ഇവിടെ. എന്നിട്ട് വേണം തേക്കാൻ. ഇപ്പം കണ്ടില്ലേ, ഓടിട്ടപ്പോൾ തന്നെ നമ്മുടെ വീട് നല്ലൊരു വൃത്തിയും എന്തോ പോലെ ആയിക്കണ്. ഇപ്പം ഇവിടെ ഒന്നും ചെയ്യണില്ല, ഇനി ചെയ്യണം പതുക്കെ. ഇവിടൊക്കെ ഓട് അടുക്കി വെച്ചിട്ടുണ്ട്. നാളെയും കൂടി ഓടിടൽ പണിയുണ്ട്. ഇപ്പം എൻ്റെ മോനും എൻ്റെ മോളും പാടെയാണ് ഓടൊക്കെ മിഷ്യൻ കൊണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പുതിയ ഓട് പോലെ ആക്കിയിട്ടാണ് മേലെ വെച്ചതും ബാക്കിയുള്ളത് ഈ ഇരിക്കണതും. ഇപ്പം കണ്ടില്ലേ, ഈ അടുക്കള ഭാഗം മാത്രമാണ് ഇനി മൂല ഓടൊക്കെ വെക്കാനുള്ളത്. ഞങ്ങൾ കുറച്ച് ഓടൊക്കെ വാങ്ങി, പക്ഷെ അത് തികഞ്ഞില്ല. പിന്നെ കുറച്ചുകൂടി ഓട് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കുമ്പോഴത്തേക്ക് അവർക്ക് സമയം പിടിക്കില്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വരണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഓടൊക്കെ വാങ്ങി ബാക്കിയുള്ളത് കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർ നാളെ വന്ന ഉടനെ ഓട് ഇടേണ്ട രീതിക്കാക്കി വെച്ചിട്ടുണ്ട്. മഴ ഇന്ന് ഭയങ്കര മഴയാണ്. നാളെ ഇന്നത്തെ പോലെ മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഓടിടൽ പണി ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല വൃത്തിയായിട്ട് ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് കാണാം.